ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എൻ വാസുവിൻ്റെ ജാമ്യ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. രഞ്ജിൽ വിവരങ്ങൾ നൽകുന്നു. MS ഈ ഒരു കേസ് സുപ്രീം കോടതി പരിഗണിച്ച സമയത്ത് കോടതി ചോദിച്ചൊരു ചോദ്യം ദൈവത്തെ കൊള്ളയടിച്ചില്ലേ എന്നൊരു ചോദ്യമാണ് കോടതി ഉന്നയിച്ചത്. താൻ കമ്മീഷണർ മാത്രമായിരുന്നു എന്നാണ് എൻ വാസു കോടതിയിൽ അറിയിച്ചത്. പക്ഷേ കമ്മീഷണർ ആയിരിക്കെ തനിക്ക് ഉത്തരവാദിത്തമുണ്ട് അല്ലെങ്കിൽ താങ്കൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് കോടതി തിരിച്ചു ചോദിച്ചത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് എൻ വാസു സമർപ്പിച്ച ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ജാമ്യം തള്ളിയിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി ജാമ്യം തള്ളി അതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. ആ അപ്പീലാണ് ഇപ്പോൾ സുപ്രീം കോടതിയും തള്ളിയിരിക്കുന്നത്. ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഇപ്പോൾ ഈ ഒരു ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ദൈവത്തെ കൊള്ളയടിച്ചില്ലേ എന്ന് ചോദിച്ച സുപ്രീം കോടതി ഹർജിയിൽ ഇടപെടുന്നില്ല എന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ ഇത്തരത്തിൽ KP ശങ്കർദാസിന്റെ ഒരു ഹർജി സുപ്രീം കോടതിയിൽ എത്തിയ സമയത്ത് കോടതി ഇതേപോലെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് കീഴ്ക്കോടതിയെ സമീപിക്കൂ എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയും സുപ്രീം കോടതി തള്ളിയൊരു സാഹചര്യമാണുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ വാസുവിന് ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ തന്നെ തുടരേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തിരിച്ചടി എന്ന് വേണം പറയാൻ. എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. ദൈവത്തെ കൊള്ളയടിച്ച ഒരു കേസിൽ താൻ ഇടപെടുന്നില്ലെങ്കിൽ കോടതി ഇടപെടുന്നില്ല എന്നാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു കാര്യം. കമ്മീഷണർ ആയിരിക്കെ താങ്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കില്ല എന്നും കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. എൻ വാസുവിനെ ഈ ഒരു കേസിൽ തിരിച്ചടി നേരിട്ടിരിക്കുകയാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. MS ശരി.